ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിന്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു പൂജ അവിടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ പൂജ ചടങ്ങിൽ ഇങ്ങനെ പങ്കെടുക്കുക. ആ സമയത്ത് പൂജാരി പറയുകയാണ് ഇനി ലക്ഷ്മി വിളക്കെടുക്കാനുള്ള സമയമായെന്ന്. അപ്പോൾ നമ്മുടെ പൂജാരി പറയാണ് ലക്ഷ്മി വിളക്കെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇതിലൊരു കാരണമുണ്ട്. ലക്ഷ്മി വിളക്കെടുക്കുന്നത് ആരാണോ അവരത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ അവിടെ നിന്ന് പോകാനായിട്ട് പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വലിയൊരു നാശം സംഭവിക്കുമെന്ന് ഈ പൂജാരി പറയാണ്. പക്ഷേ ലക്ഷ്മി വിളക്ക് എടുത്ത് നല്ല പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറയാം. ഇത് കേട്ട മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഭൂമിയോട് പറയണം, മോളെ ആ ലക്ഷ്മി വിളക്ക് ഇങ്ങ് എടുത്തുകൊണ്ട് വരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി മുത്തശ്ശി, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി നേരെ ആ ലക്ഷ്മി വിളക്ക് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതൊന്നും ഈ ഭവാനിയുടെ മോൾക്കോ ഒന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ലക്ഷ്മി വിളക്ക് എടുത്തുകൊണ്ട് വരികയാണ്. വിളക്കെടുത്ത് നമ്മുടെ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പൂജാരി ആ വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷം ഈ അജയുടെ അച്ഛനോടും അമ്മയോടും എണീക്കാനായിട്ട് പറയണം. അവരുടെ കയ്യിലേക്ക് ആ വിളക്ക് കൊടുത്ത് ആരതി ഇങ്ങനെ ഒഴിയുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു കാഴ്ച നമ്മുടെ അഞ്ജലി കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി പറയാണ്, അതെ അമ്മേ, എനിക്കൊരു ആഗ്രഹമുണ്ട് അമ്മേ, എനിക്കും അജയ്ക്കും കൂടി ഈ ഒരു ആരതി എടുക്കാനായിട്ടൊരു ആഗ്രഹം, എന്നെ കൊണ്ട് എടുപ്പിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ ഏതായാലും മുത്തശ്ശിയോട് പറ കാര്യങ്ങൾ, അപ്പോൾ മുത്തശ്ശി ഇതിന് സമ്മതിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അഞ്ജന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി, ഞാനൊരു കാര്യം പറയട്ടെ മുത്തശ്ശി, എനിക്കും അജയ്ക്കുവേ ഈ ഒരു ആരതി എടുക്കാനായിട്ട് സാധിക്കുമോ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ആരതി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മോളെ, അത് ഞാനെങ്ങനെയാണ് പറയേണ്ടത്? അത് തിരുമേനിയല്ല എല്ലാം തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തിരുമേനി പറയുകയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അജയ് ആണെങ്കിൽ അയ്യോ അതെങ്ങനെ സാധ്യമാവും, കല്യാണം കഴിച്ചവരല്ലേ ഇത് എടുക്കേണ്ടത്, അപ്പോൾ പിന്നെ മുത്തശ്ശി എന്നെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലടോ, നിങ്ങളേതായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരായതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ അജയ് അതിനെ വിസമ്മതിക്കുകയാണ്, വേണ്ട എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്നവിടെ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഈ സത്യനാണെങ്കിൽ അജയ്, എന്തിനാ അജയ് വെറുതെ മാറി നിൽക്കുന്നത്? അതെ അമ്മാവ, എന്നെ കൊണ്ട് സമ്മതിപ്പിക്കരുത് അമ്മാവ. സാരമില്ലടാ, ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, നീ താലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? അത് കുടുംബത്തിനാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി, അങ്ങോട്ട് എടുത്തോ. അങ്ങനെ എല്ലാവരുടെയും സമ്മതം കാരണം നമ്മുടെ ഈ അഞ്ജനയും അജയും കൂടി നേരെ ആ ആരതി വിളക്ക് എടുക്കുക. ആരതി വിളക്കെടുത്ത് പതിയെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അഞ്ജനയുടെ ഫോണിലേക്ക് റോയിയുടെ കോള് വരിക. ഈ റോയിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജന പേടിച്ചു പോയി. അഞ്ജനയാണെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ വിളക്ക് നിലത്ത് വീഴാനിട്ടിരിക്കണം. അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും അപ്പോഴേക്കും നമ്മുടെ ഭൂമി വന്ന് ആ വിളക്ക് അങ്ങോട്ട് താങ്ങി പിടിക്കുക. അങ്ങനെ ആ പൂജ അവിടെ മുടക്കാതെ ആ പൂജ അങ്ങോട്ട് നമ്മുടെ ഈ ഭൂമി തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭൂമി പറയണം, അയ്യോ സോറി കേട്ടോ, ഞാൻ അറിയാതെ വിളക്ക് നിലത്ത് വീഴാൻ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും ഭവാനിക്ക് അരിശം വന്നിട്ട് ഭവാനി പറയണം, നീ എന്ത് സോറി എന്നാ പറയുന്നത്? എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് സോറിന്നോ? നീ ആരാടി ആ വിളക്കെടുക്കാനായിട്ട്? ഇവിടുത്തെ വേലക്കാരി, എവിടെന്നോ വലിഞ്ഞു കയറുന്നത്, പലഹാര കച്ചവടക്കാരി, തെരുവ് നായി, എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങേയപ്പുറം അപമാനിച്ചു കഴിഞ്ഞിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി. ഭൂമിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞും പോയി. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണത്, എന്താ ഭവൻ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരിയോട് ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കേ ഒരു പ്രശ്നമില്ല, ആ വിളക്ക് നിലത്ത് പോയിരുന്നെങ്കിലാണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുമായിരുന്നത്, അതുകൊണ്ട് ആ വിളക്ക് നിലത്ത് വീഴാതെ ആ കുട്ടി പിടിച്ചില്ലേ, അത് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സർവൈശ്വര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നിലത്ത് വീണിരുന്നെങ്കിലേ നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോവുമായിരുന്നു, ആ കുടുംബത്തെയാണ് ആ കുട്ടി രക്ഷിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഭവാനി ആകെ നാണം കെട്ടൊരവസ്ഥയിലായി പോവാണ്. ഈ അഞ്ജനയ്ക്കും എന്തു പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ മുത്തശ്ശി പറയാണ്, മോളെ അതൊന്നും കാര്യമാക്കണം കേട്ടോ. അപ്പോൾ സത്യം വന്നിട്ട് മോളെല്ലാം അറിയുന്ന ഒരു പെൺകുട്ടിയല്ലേ, എല്ലാം അതിൻ്റേതായ രീതിയിൽ എടുക്കാനായിട്ടൊക്കെ അറിയാം, അതുകൊണ്ട് ഇവിടെ പറഞ്ഞൊന്നും മോള് കാര്യമാക്കാനായിട്ട് നിൽക്കണ്ടേ? ഇല്ല സാറേ, ഞാനതൊന്നും കാര്യമാക്കാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിലും ഞാൻ പലഹാര കച്ചവടക്കാരിയാണ്, ഞാൻ പാവപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണ്, മാഡം പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ ഈ കുടുംബത്തിലെ അംഗമൊന്നുമല്ലല്ലോ, അപ്പോൾ ആ വിളക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ശരി, ഞാനതൊക്കെ വിട്ടു സാറേ, ഞാനൊന്നും കാര്യം
കാര്യമാക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി നേരെ അടുക്കളയിലേക്ക് കയറി പോവുക ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഈ അഞ്ജനയ്ക്കാണെങ്കിൽ ആകെ കലിമൂത്ത് നിൽക്കുന്നൊരവസ്ഥയാണല്ലോ. എല്ലാവരും ഭൂമിയെ തലയെ കയറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അഞ്ജന നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. എടി നീ ആരാണെന്ന് നിന്റെ വിചാരം? അഞ്ജന മേഡം എന്താ മേഡം ഇങ്ങോട്ട് വന്നത്? മേഡം എന്ന് വെച്ചാൽ ആദ്യം അഞ്ജന എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്താണ് എന്നെ കയറി പേര് വിളിക്കുന്നോ? നീ ആരാടി എന്നെ കയറി പേര് വിളിക്കാനായിട്ട്? അയ്യോ പിന്നെന്താ വിളിക്കാൻ? എടി വലിയ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ റെസ്പെക്റ്റോടെ വിളിക്കണം. അത് നിനക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അയ്യോ മേഡം എനിക്ക് അറിയില്ലായിരുന്നു, സോറി മേഡം. അല്ല അഞ്ജന മേഡത്തിന് എന്താ വേണ്ടത്? നീ ആരാണെന്ന് എൻ്റെ വിചാരം? നീ ഇവിടുത്തെ വലിയ അധികാരിയാണെന്നോ? എല്ലാവരും നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് നിന്നെ എല്ലാവരും ഇവിടെ തലയേക്കേറ്റി വെച്ചിരിക്കുന്നതാണെന്നാണ് നിന്റെ വിചാരം? അതൊന്നും നടക്കാൻ പോകുന്നില്ലടി. നിനക്കൊരു ചിന്തയുണ്ട്, ഈ കുടുംബത്തിൽ കയറി പറ്റാന്ന് അല്ലേ? അയ്യോ എൻ്റെ പൊന്നു മേഡം, എനിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ആ വിളക്ക് വീഴാൻ പോകുന്ന സമയത്ത് ഞാൻ കയറി പിടിച്ചു. മേഡം എന്തൊരു അശ്രദ്ധയാണ് കാണിച്ചത്. ആ വിളക്ക് നിലത്തിടാനായിട്ട് പോയില്ലേ? അപ്പോൾ ഞാനൊരു സഹായം ചെയ്തല്ലേ? അത് ഇത്രയും വലിയ കുറ്റമായോ? എടി നീയേ നിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അജയെ കല്യാണം കഴിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. നീ കൂടുതൽ വേഷം കെട്ടാ പറയാൻ നിൽക്കരുത്. എടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീയൊരു തെരുവിൽ ജീവിക്കുന്നവളാണ്. നിനക്ക് ഒരു ഗതിയും ഒരു പരഗതിയുമില്ല. നീ പലഹാര കച്ചവടക്കാരിയാണ്. ആ ഒരു ആള് ഇവിടെ കിടന്ന് അഹങ്കാരിക്കാൻ കാണിക്കാൻ പാടുണ്ടോടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മേഡം ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ്. മേഡത്തിൻ്റെ സംസാരം അതിനേക്കാളും വളരെ മോശമാണല്ലോ. ഈ തെരുവിൽ ജീവിക്കുന്നവരെക്കാളും ഭയങ്കര മോശമാണല്ലോ മേഡത്തിൻ്റെ സംസാരം. എടി നീ എന്താ എന്നെ പറയുന്നത്? അപ്പോൾ ഞാൻ തെരുവിൽ ജീവിക്കുന്നവളായിട്ടാണോ നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്? എടി എനിക്ക് നല്ല അന്തസ്സുള്ള തറവാടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ നിനക്ക് ആരുണ്ടേ? നിനക്ക് അന്തസ്സുള്ള അച്ഛനുണ്ടോ? നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? നിൻ്റെ അച്ഛൻ ഏത് തരക്കാരാണെന്നറിയാവോ? അപ്പം അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനേക്ക് കാര്യം വരികയാണ്. മേഡം നിർത്തിക്കോ, ഇത്തരമുള്ള സംസാരം വേണ്ട. പറഞ്ഞാൽ എന്ത് ചെയ്യോടി? നിൻ്റെ അച്ഛൻ അത്രയ്ക്ക് മോശമായ ആളായിരിക്കും. അതാണ് നിന്നെപ്പോലൊരു മകളുണ്ടായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയാണെങ്കിൽ അഞ്ജനയുടെ കാരണം നോക്കി ടപ്പാന്ന് പറഞ്ഞു ഒറ്റ പൊട്ടീരാണ്. അപ്പം ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ അജയ്. അപ്പം ഇതുകൊണ്ട് ഞാൻ വിളിക്കാം, എന്താ ഇവിടെ നടക്കുന്നത്? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം ഇവളെ കരണം തടിക്കാൻ? ഈ കുടുംബത്തിൽ കയറി വന്നിട്ട് അഞ്ജനയുടെ കരണം തടിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ എന്തൊക്കെ പറഞ്ഞാലും സാറേ, എൻ്റെ അച്ഛനെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ അവരെ അടിക്കും. നീ എന്നെയും തല്ലോടി എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ തല്ലും. എൻ്റെ അച്ഛനെക്കുറിച്ച് സാറും പറഞ്ഞാലും ഞാൻ സാറേയും തല്ലും. എനിക്ക് ആരെയും പേടിയില്ല. എനിക്കിപ്പോൾ അതിൻ്റെ പേരിൽ വധശിക്ഷ തന്നാലും എനിക്കൊരു പേടിയില്ല സാറേ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമി ചെയ്തിരിക്കും. അച്ഛനേക്കാളും വലുതായിട്ട് ഈ ഭൂമിക്ക് മറ്റൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടുന്ന് പോവാണ്. അപ്പോൾ അജയ് ആണെങ്കിൽ ഈ അഞ്ജനയെ തന്നെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അഞ്ജനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഭൂമിയാണെങ്കിൽ മാറിയിരുന്ന് ഭയങ്കര കരച്ചില്ല. എന്തെന്നില്ലാത്ത സങ്കടമാണ് ഭൂമിക്ക്. തൻ്റെ അച്ഛനെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരയേറെ സങ്കടം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്യുതനെയാണ്. അപ്പം അച്യുതൻ ആരെയും കാണാതെ എസ്കേപ്പ് ആവാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഭവാനി അച്യുതനെ കാണുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുക. പക്ഷെ ഭവാനി കണ്ട ഉടനെ തന്നെ അച്യുതൻ അവിടെ നിന്ന് വിട്ടടിച്ച് പോവാണ്. അപ്പോൾ ഭവാനിക്ക് മനസ്സിലായി അച്യുതനാണല്ലോ അത്. അയാളെന്തിനും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചോടിപ്പോയത്. അപ്പോൾ ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അയാൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പേടിച്ചോടിപ്പോയതെന്ന് മനസ്സിലാകുക. അപ്പോൾ നമ്മുടെ ഈ അജയുടെ അച്ഛനെ കാണിക്കുകയാണ് ഈ മാധവൻ. അപ്പം മാധവൻ ഇങ്ങനെ ഫോണും ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം. അപ്പോൾ കയ്യിൽ നിന്ന് വെച്ചാൽ എന്തോ പോയി നിലത്തേക്ക് അത് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് വെച്ചാൽ കുറേ പൈസ നിലത്തേക്ക് വീഴുക. ഇത് ഭൂമി കാണുകയും ചെയ്യാണ്. ഭൂമി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ മാധവൻ വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന ആ സമയത്ത് ഭൂമി സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ മാധവൻ അവിടെ കേൾക്കുന്നില്ല. മാധവൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭൂമി നേരെ അങ്ങോട്ട് ഓടി ചെല്ലുക. ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാധവൻ പോയും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പൈസ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ പൈസയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത് അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി നിസാര പൈസയൊന്നും പോരാ, ലക്ഷങ്ങൾ വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസയും കൊണ്ട് വന്നാൽ മാത്രമേ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ ഓരോ ദിവസം കഴിയുന്നോറും അപകടത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കാം. പക്ഷേ തൻ്റെ മനസ്സിന് ഇത് പറ്റുന്നില്ല. കാരണം മനസാക്ഷി വഞ്ചിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ
മുത്തശ്ശിയെയും അതേപോലെ തന്നെ അഞ്ജനയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണല്ലോ മുത്തശ്ശി ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഭൂമി കയറി വരുന്നത്. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട്, എന്താ മോളെ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. എന്താ മോളെ? അതെ മുത്തശ്ശി, ഇന്ന് ഈ പൈസ അത് മാധവൻ സാറിൻ്റെ പോക്കറ്റിൽ നിന്ന് വീണതാ. ഫോണും ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ആ സമയത്ത് കുനിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറെ വിളിച്ചിരുന്നു, പക്ഷേ സാറിൻ്റെ വിളി കേട്ടില്ല. അപ്പോഴേക്കും വണ്ടി കയറി പോവുകയും ചെയ്തു. ഈ പൈസ മുത്തശ്ശി ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അപ്പോൾ ഇത് അഞ്ജനയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി അത് നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശി, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി. മോളെ, ഈ പൈസ മോള് തന്നെ എടുത്തോ. എന്തിനാ മുത്തശ്ശി? അതെ, മോളെ പോലൊരു സത്യസന്ധമായ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വേറെ വല്ലവരായിരുന്നെങ്കിലേ ഈ പൈസയും കൊണ്ട് മുങ്ങിക്കളഞ്ഞാനായിരുന്നു. പക്ഷെ മോൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ഈ പൈസ മോൾ എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചില്ലേ, അതിൻ്റെതായ പാരിതോഷികം ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയണ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ പാവപ്പെട്ട കുടുംബമൊക്കെയാണ്, ഞങ്ങൾക്ക് പൈസക്ക് ഒരുപാട് അത്യാവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ അത്യാഗ്രഹം കാണിക്കാറില്ല മുത്തശ്ശി. എനിക്ക് കിട്ടുന്നതേ ഞാൻ സ്വീകരിക്കുള്ളൂ. പക്ഷെ ഞാനിത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു കൈക്കൂലിയായിട്ട് മാറും. അതുകൊണ്ട് എനിക്ക് വേണ്ട മുത്തശ്ശി എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അഞ്ജന അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. കണ്ടോ, അവൾ നല്ല കുട്ടിയാണ്, സത്യസന്ധമായ കുട്ടിയാണ്. അപ്പോഴേക്കും അഞ്ജന പറയാണ്, പിന്നെ സത്യസന്ധത, അവളുടെ കയ്യിൽ ആ പൈസ ഉണ്ടല്ലോ, അവൾ പൈസ എടുക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അത് അവൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ കള്ളിയാക്കി തീർക്കൂലേ. അപ്പം അങ്ങനെ കള്ളിയാക്കി തീർക്കാതിരിക്കാനാണ് മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഈ പൈസയും കൊണ്ട് വന്നത്. അല്ലാതെ അവൾ സത്യസന്ധമായത് കൊണ്ടിട്ടല്ല. മുത്തശ്ശിക്ക് എന്തറിയാം അവളെക്കുറിച്ച്? നിർത്തഞ്ജന, എനിക്ക് അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും ഒക്കെ അവളെനിക്ക് നന്നായിട്ട് അറിയാം. അവളെ ഞാൻ എൻ്റെ കൊച്ചുമോളെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ നല്ലവളാണ്, അല്ലാതെ അവൾ പെരിങ്കള്ളിയല്ല. പറഞ്ഞ മനസ്സിലായോ എന്നും നമ്മുടെ മുത്തശ്ശി നല്ല കടുത്ത തീരുമാനം പറയുകയാണ്. അങ്ങനെ നമ്മുടെ അച്യുതനെ കാണിക്കുകയാണ്. അപ്പം അച്യുതൻ നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെവിടെയായിരുന്നു, എത്ര നേരം പോയിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് അവിടെ ഒരു ടെൻഷൻ ഉണ്ടായി. മുത്തശ്ശിയും ബാക്കി എല്ലാവരൊക്കെ എന്നെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. പക്ഷേ എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. മോളിനി നമ്മുടെ മകളല്ലാന്ന് വല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? അതിനെക്കുറിച്ച് എന്തിനാ എപ്പോഴെപ്പോഴും പറയുന്ന അച്ചുവേട്ടാ? അതിനെക്കുറിച്ച് അങ്ങോട്ട് വിട്ടേര്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും മിണ്ടാതിരുന്നുണ്ടേ. അപ്പോഴേക്കും മോള് വരിക. മോള് പറഞ്ഞപ്പോഴേക്കും അച്ഛാ, ഞാൻ അച്ഛനെ എവിടെയെല്ലാം തിരഞ്ഞു അച്ഛാ, അച്ഛനിത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു മോളെ. അവിടെ എല്ലാവരും മോളോട് സ്നേഹത്തോടെയായിരുന്നു. പിന്നെ അല്ലാതെ നല്ല സ്നേഹത്തോടെയായിരുന്നു. അതിനിടയ്ക്ക് അച്ഛാ, എനിക്ക് അവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ മുത്തശ്ശിയെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു മുത്തശ്ശിയെ വേണം അച്ഛാ. മുത്തശ്ശിയോ? ഞാനെങ്ങനെ ഒരു മുത്തശ്ശിയെ കൊണ്ടുതരാനാ? അതെങ്ങനെയെങ്കിലും അച്ഛൻ കൊണ്ടുവന്ന് തരണം. ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ മുത്തശ്ശിയെ വേണ്ടെന്നും പറഞ്ഞ് അനാഥലത്തിലൊക്കെ കൊണ്ടാക്കൂലേ? ആ മുത്തശ്ശിയെ നമുക്ക് അങ്ങോട്ട് ദത്തെടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.